സൃഷ്ടി ഈശ്വരന്റെ അവകാശവും അഭിമാനവുമാണ്. സൃഷ്ടാവിനെ അറിയുമ്പോഴാണ് സൃഷ്ടി അതിൻ്റെ ഔന്നിത്യത്തിൽ എത്തുന്നത്. ശരീരത്തെയും മനസ്സിനെയും ഏകോപിപ്പിച്ചുകൊണ്ട് പ്രകൃതിയുടെ മാർഗത്തിലൂടെ ഈശ്വര ചൈതന്യത്തിൽ ലയിക്കുക എന്ന അസാധാരണ മാർഗമാണ് യോഗ. BC 200-ാം ആണ്ടിൽ ജീവിച്ചിരുന്ന പതഞ്ജലി മഹർഷിയാണ് യോഗയുടെ ഉപജ്ഞാതാവ്. പണ്ട് മഹർഷിമാർ മാത്രം ശീലിച്ചിരുന്ന ഭാരതത്തിലെ അമൂല്യ സമ്പത്തായ യോഗ ഇന്ന് സാധാരണ മനുഷ്യർക്കും ഏറെ പ്രയോജനമേകുന്നു. അനിർവചനീയവും അത്ഭുതകരവുമായ ശക്തി ചൈതന്യങ്ങൾ ഓരോ മനുഷ്യരിലും അന്തർലീനമായിരിക്കുന്നു. അവയെ ഉണർത്തി വികസിപ്പിച്ച് പൂർണ്ണമാക്കുക എന്നതാണ് യോഗാസനം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ആസനം, പ്രാണായാമം, ധ്യാനം ഇവയെല്ലാം വിവിധ രോഗങ്ങൾക്കുള്ള ചികിത്സാ സമ്പ്രദായങ്ങളുടെ ഘടകങ്ങൾ കൂടിയാണ്. പലവിധ രോഗങ്ങളും യോഗ പരിശീലനം കൊണ്ട് മാറ്റാവുന്നവയാണ്. യോഗ ശീലിക്കുന്നത് വഴി ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിക്കുകയും ചെയ്യുന്നു. ശാരീരികം, മാനസികം, വൈകാരികം, ഭൗതികം, ആധ്യാത്മികം എന്നീ 5 തലങ്ങളെ ഉദ്ദീപിപ്പിക്കുക എന്നതാണ് യോഗാസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യോഗയുടെ ആദ്യത്തെ കർമ്മം പ്രാർത്ഥനയും ധ്യാനവുമാണ്. ഓം സഹനാ ഭവതു സഹനൗ ഭുനതു സഹ വീര്യം കരവാവഹേ തേജസ്വിനാവധീതമസ്തു മാ നമസ്കാരം. നമസ്കാരത്തിൽ തുടർച്ചയായ 12 അവസ്ഥകളാണുള്ളത്. ഓരോ അവസ്ഥയും അതിന് തൊട്ടു മുമ്പുള്ള അവസ്ഥയ്ക്ക് വിപരീതമായിട്ടാണ്. നട്ടലിനും സന്ധികൾക്കും അനായാസേന വളയുവാനും തിരിയുവാനുമുള്ള കഴിവ് സൂര്യ നമസ്കാരത്തിലൂടെ ലഭിക്കുന്നു. കൂടാതെ യോഗാസനം ചെയ്യുവാൻ ശരീരത്തെ തയ്യാറാക്കുകയും ചെയ്യുന്നു. വൃക്ഷാസനം. ശരീരം ഒരു വൃക്ഷത്തിന്റെ രൂപത്തിൽ ആക്കിയെടുക്കുന്നതാണ് ഈ ആസനം. ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നതിനും നാഡീവ്യൂഹത്തെ സന്തുലിതാവസ്ഥയിലാക്കുന്നതിനും ഈ ആസനം സഹായിക്കുന്നു. അൾഷിമേഴ്സ്, പാർക്കിൻസൺസ് തുടങ്ങിയ രോഗങ്ങളെ പ്രതിരോധിക്കുന്നു. ശവാസനം. വ്യായാമത്തിലൂടെ നഷ്ടപ്പെട്ട ഊർജത്തെ തിരികെ എടുക്കുവാനുള്ള വ്യായാമമാണ് ശവാസനം. ശരീരത്തിന്റെ ആന്തരികവും ബാഹ്യമായ എല്ലാ അവയവങ്ങൾക്കും ശവാസനത്തിലൂടെ വിശ്രമം ലഭിക്കുന്നു. കൂടാതെ മനസ്സിന് ഉണർവ് നൽകുന്നു. നൗകാസനം. ശരീരം ഒരു നൗകയുടെ രൂപത്തിൽ വളച്ചെടുക്കുന്നതാണ് നൗകാസനം. ഉദര സംബന്ധമായ രോഗങ്ങൾക്ക് ഒരു പ്രതിവിധിയാണ് ഈ ആസനം. വിപരീതകരണി. പ്രായമായ അവസ്ഥയിലും മനസ്സും അവയവങ്ങൾക്കും ചെറുപ്പമായി സൂക്ഷിക്കാൻ വിപരീതകരണി സഹായിക്കുന്നു. ജീവിത അവസാനം വരെ ചെറുപ്പമായി ജീവിക്കാൻ വിപരീതകരണി ശീലിച്ചാൽ മതി. സർവാംഗാസനം. യോഗയിലെ എല്ലാ ആസനങ്ങളുടെയും മാതാവെന്നാണ് സർവാംഗാസനത്തെ വിളിക്കുന്നത്. രക്തസംക്രമണത്തെ ത്വരിതപ്പെടുത്തുകയും തൈറോയ്ഡ് ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ സുഗമമാക്കുകയും ചെയ്യുന്നു. വെരിക്കോസ് വെയിൻ, അതായത് ഞരമ്പുകൾ കെട്ടിപ്പിടി
പിടയുന്ന അവസ്ഥയിൽ നിന്നും കഠിനമായ തലവേദനയിൽ നിന്നും മുക്തി ലഭിക്കുന്നതിന് സർവാംഗാസനം നല്ലൊരു വ്യായാമമാണ്. ദുർഗുണ പരിഹാര പാഠശാലകളിലെ കുട്ടികൾക്ക് മാനസികമായ ഉന്മേഷം ലഭിക്കുകയും ചീത്ത ചിന്തകൾ അകറ്റുന്നതിന് സർവാംഗാസനത്തിലൂടെ സാധ്യമാകുന്നു. ഹലാസൻ. ശരീരം ഒരു കലണ്ടയുടെ രൂപത്തിൽ ആക്കിയെടുക്കുന്നതാണ് ഈ ആസനം. ഇത് ഹൃദയത്തിനും പാൻക്രിയാസിനും ഏറെ ഫലപ്രദമാകും. മത്സ്യാസനം. തൈറോയ്ഡ് ഗ്രന്ഥികളുടെ സുഗമമായ പ്രവർത്തനത്തിന് മത്സ്യാസനം സഹായിക്കുന്നു. ചക്രാസനം. അർദ്ധചക്രാസനം. ഇത് നട്ടെല്ലിനും സുഷുമ്ന നാഡികളുടെ പ്രവർത്തനത്തിനും ഫലപ്രദമാണ്. പൂർണ്ണചക്രാസനം. പാർട്ടിസിപ്പൻസ് ശ്രീഹരി, ഡെനീസ്, അലോണ, അണോണ, ഡെറിക്, കൗശിക്. ഇത് നട്ടിലിനും സുഷുമ്ന നാഡികളുടെ പ്രവർത്തനത്തിന് ഏറെ ഫലപ്രദമാണ്. കാകാസനം. ശരീരത്തിലെ എല്ലാ നരമ്പുകളിലെയും രക്തയോട്ടം ഈ ആസനം വർദ്ധിപ്പിക്കുന്നു. പാർശ്വകാകാസനം. പാർട്ടിസിപ്പൻസ് ശ്രീഹരി, സ്വപ്നൽ, ദേവശങ്കർ, ആൽബിൻ. കുക്കുടാസനം. പാർട്ടിസിപ്പൻസ് ശ്രീഹരി, ദേവശങ്കർ, ആൽബിൻ, ഇമാനുവൽ. മയൂരാസനം. പാർട്ടിസിപ്പൻസ് ദേവശങ്കർ, സ്വപ്നൽ, ശ്രീഹരി, ആൽബിൻ. ശരീരം ഒരു മൈൻഡ് രൂപത്തിൽ ആക്കിയെടുക്കുന്നതാണ് ഈ ആസനം. ശരീരത്തിലെ എല്ലാ വിഷാംശങ്ങളെയും പുറന്തള്ളുന്നു. ഏകപാദാസനം. പാർട്ടിസിപ്പന്റ് ശ്രീഹരി. ശീർഷാസനം. പാർട്ടിസിപ്പൻസ് വൃന്ദ, സ്വപ്നൽ, അർജുൻ, കൗശിക്. എല്ലാ ആസനങ്ങളുടെയും രാജാവ് എന്നാണ് അറിയപ്പെടുന്നത്. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തെ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനും ഇച്ഛാശക്തി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. കാക്കാസനം. പാർട്ടിസിപ്പൻസ് ശ്രീഹരി, ദേവശങ്കർ,
ഡെറിക്, ഡെന്നിസ്, നിരഞ്ജൻ, ജീവൻ. മാജാരാസ പാർശ്വകാക്കാസനം. പാർട്ടിസിപ്പൻസ് ശ്രീഹരി, ജീവൻ, നിരഞ്ജൻ, ദേവശങ്കർ, ഡെറിക്, ഡെനീസ്. പക്ഷ്യാസനം. പാർട്ടിസിപ്പൻസ് ശ്രീഹരി, കൗശിക്, നിരഞ്ജൻ, ഇമാനുവൽ. ചക്രസിംഹ പദ്മാസനം. പാർട്ടിസിപ്പൻസ് ശ്രീഹരി, ജീവൻ, കൗശിക്, ദേവശങ്കർ, ആൽവിൻ, നിരഞ്ജൻ, അശ്വിൻ, എബിൻ, ബ്ലസൻ. പദ്മാസനം. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ജ്ഞാനിയായ സോളമൻ രാജാവ് പറയുന്നു, ഒന്നിലും ഒരു സുഖം തോന്നുന്നില്ല എന്നു നീ പറയുന്ന ദുർഗുണങ്ങളും വശങ്ങളും ആഗമിക്കുന്നതിന് മുമ്പ് യൗവനത്തിൽ സൃഷ്ടാവിനെ സ്മരിക്കുക. സർവാംഗാസ പദ്മാസനം. പാർട്ടിസിപ്പൻസ് ശ്രീഹരി, ആൽവിൻ, ദേവശങ്കർ, ജീവൻ, കൗശിക്. പദ്മാസനം. ദൈവത്തിൽ ജീവിക്കുക, ദൈവികമായി ജീവിക്കുക, അതാണ് യോഗ. സർവാംഗാസ വൃക്ഷാസനം.